Hello and welcome back to yet another class with Vinny's Educare. Today I am going to discuss and explain about the lesson The Address written by Marga Minko. It is from the Snapshots NCRT Class 11 Supplementary Reader. This short story is a poignant account of a daughter who goes in search of her mother's belongings after the war in Holland. When she finds them, the objects evoke memories of her earlier life. However, she decides to leave them all behind and resolves to move on. ഈ കഥയുടെ പശ്ചാത്തലം സെക്കൻഡ് വേൾഡ് വാർ ആണ്. സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മനി ഹോളണ്ടിലോട്ട് ഇൻവേഡ് ചെയ്തിട്ട് അവിടുത്തെ ജൂയിഷ് ഫാമിലീസിനെയൊക്കെ ഇറാഡിക്കേറ്റ് ചെയ്യാനുള്ളൊരു യുദ്ധമായിരുന്നു. നമ്മളുടെ നറേറ്റർ ഓൾസോ ബിലോങ്ഡ് ടു എ ജൂയിഷ് ഫാമിലി ആൻഡ് ദേ ഓൾസോ ആർ ദ വിക്ടിം ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ. However, she is the only one who survives the war. അവരുടെ ഫാമിലിയിൽ റൈറ്റർ അല്ലെങ്കിൽ നറേറ്റർ മാത്രമാണ് സർവൈവ് ചെയ്യുന്നത്. ബാക്കി എല്ലാവരും യുദ്ധത്തിൽ മരണപ്പെടും. അങ്ങനെ സ്വന്തം വീട്ടിൽ, അതായത് ക്യാമ്പിൽ നിന്നും യുദ്ധത്തിൽ എന്താ ചെയ്തിരുന്നത് എന്ന് വെച്ചാൽ ജൂയിഷ് ആൾക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് പോയി ഒരു ക്യാമ്പിൽ ഇട്ടിട്ട് ആ ക്യാമ്പിൽ അവരെ വല്ലാണ്ട് ടോർച്ചർ ചെയ്യുമായിരുന്നു. അതിൽ നിന്നും തിരിച്ചു വരുന്ന ആൾക്കാർ വളരെ വിരളമായിരുന്നു. അതിലൊരാളായിരുന്നു നമ്മുടെ നറേറ്റർ. അവർ തിരിച്ചെത്തുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവരുടെ അമ്മ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മ വരും. അമ്മയുടെ കുറേ വിലപ്പെട്ട സാധനങ്ങൾ അമ്മയുടെ ഒരു ഫ്രണ്ട് സൂക്ഷിച്ച് വെച്ചോളാം എന്ന് പറഞ്ഞ് കൊണ്ടുപോയിരുന്നു. ആ ഫ്രണ്ടിനെയും അമ്മയുടെ ആ ബിലോങ്ങിങ്സിനെയും തേടിയുള്ള യാത്രയുടെ വിവരണമാണ് ഈ ഒരു ലെസണിൽ. സോ അവർ ഹോളണ്ടിലെത്തിയിട്ട് അമ്മ പറഞ്ഞ അഡ്രസ്സിലെത്തുന്നു. അവിടെ പോയി അമ്മയുടെ ഫ്രണ്ടിനെ കാണുന്നു. "Do you still know me?" I asked. The woman looked at me searchingly. She had opened the door a chink. I came closer and stood on the step. "No, I don't know you. I am Mrs. S.'s daughter." She held her hand on the door as though she wanted to prevent it opening any further. Her face gave absolutely no sign of recognition. She kept staring at me in silence. So what happens? The narrator reaches the address. She knocks at the door. She rings the bell, in fact, and a woman comes and opens the door. The writer is damn sure. റൈറ്ററിന് ഉറപ്പാണ് ഈ ഡോർ തുറന്നേക്കുന്ന ആൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ടാണെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അവർ ചോദിക്കുന്നു, റൈറ്റർ ചോദിക്കും, നിങ്ങൾക്ക് എന്നെ അറിയുമോ, നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? അപ്പോൾ ആ സ്ത്രീ നോക്കിയിട്ട് അവർ പറയും, ഇല്ല, എനിക്ക് നിന്നെ ഓർമ്മയില്ല. അവർ ഡോർ തുറന്നേക്കുന്നത് വളരെ കുറച്ചേ തുറന്നിട്ടുള്ളൂ. ചിങ്ക് എന്ന് പറഞ്ഞാൽ ഓപ്പൺ എ ലിറ്റിൽ ബിറ്റ്. അപ്പം നറേറ്റർ പറയും, ഞാൻ മിസ്സിസ് എസിൻ്റെ ഡോക്ടറാണ്. അത്രയും പറഞ്ഞിട്ടും ഈ ലേഡി ഹൗസ് ഓണർ നമ്മുടെ നറേറ്ററിനെ റിക്കഗ്നൈസ് ചെയ്യുന്നില്ല. നറേറ്ററിനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നു. "Perhaps I was mistaken. I thought perhaps it isn't her. I had seen her only once fleetingly, and that was years ago. It was most probable that I had rung the wrong bell." The woman let go of the door and stepped to the side. She was wearing my mother's green knitted cardigan. The wooden buttons were rather pale from washing. She saw that I was looking at the cardigan and half hid herself again behind the door. But I knew now that I was right. So ആ സ്ത്രീ റൈറ്ററിനെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് കാണിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ റൈറ്റർ വിചാരിച്ചു, ഞാൻ തെറ്റായ വീട്ടിൽ വന്നിട്ടാണോ ഞാൻ ഡോർബെൽ അടിച്ചേക്കുന്നത് എന്ന് ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ആ ലേഡി കുറച്ചും കൂടി തുറന്നിട്ട് ഒരു സൈഡിലോട്ട് നീങ്ങി നിൽക്കുമ്പോൾ നമ്മുടെ റൈറ്റർ അവരിട്ടിരുന്ന ഒരു കാർഡിഗൻ, ഒരു സ്വെറ്റർ കാണും. ആ സ്വെറ്റർ കാണുമ്പോൾ തന്നെ, ഒരു ഗ്രീൻ സ്വെറ്ററായിരുന്നു. ആ സ്വെറ്റർ കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇതെൻ്റെ അമ്മയുടെ സ്വെറ്ററാണ്. അതിനകത്ത് ബട്ടൺസ് ഉണ്ടായിരുന്ന മൊത്തം കണ്ടിന്യൂസ് വാഷിംഗ് കാരണം പെയിൽ കളറായിരുന്നു. സ്വെറ്ററിലോട്ട് സൂക്ഷിച്ച് നോക്കുന്ന നറേറ്ററിനെ ഈ ലേഡി കാണുമ്പോൾ അവർക്ക് മനസ്സിലാവും ഏകദേശം എന്താണ് നറേറ്റർ ശ്രദ്ധിക്കുന്നത് എന്നുള്ളത്. അവർ പെട്ടെന്ന് അവരെ ഡോറിൻ്റെ ബാക്കിലോട്ട് ഹൈഡ് ചെയ്ത് അവർ നിൽക്കും. പക്ഷേ ഇത്രയും നേരം ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു നറേറ്ററിൻ്റെ മനസ്സിൽ, ഞാൻ തെറ്റിയാണോ ഡോർബെൽ അടിച്ചേക്കുന്നത് എന്നുള്ളത്. ആ കൺഫ്യൂഷൻ മാറിയിട്ട് നറേറ്റർ ഈസ് കൺഫേംഡ് ദാറ്റ് ഷീ ഹാസ് റീച്ച്ഡ് ദ റൈറ്റ് പ്ലേസ്. "Well,
You knew my mother? I asked. Have you come back? Said the woman. I thought that no one had come back. Only me. So the lady is being asked again. Narrator is asking, നിങ്ങൾക്ക് എൻ്റെ അമ്മേനെ അറിയുന്നുണ്ടായിരുന്നില്ലേ? അപ്പോൾ അവർ ചോദിക്കും, ഓ നീ തിരിച്ചു വന്നോ? ഞാൻ വിചാരിച്ചു ആരും തിരിച്ചു വരില്ല, ആ ക്യാമ്പിൽ പോയുള്ള ആരും തിരിച്ചു വരില്ല എന്നാണ് ഞാൻ വിചാരിച്ചെന്നുള്ള അർത്ഥത്തിലാണ് അവർ പറയുന്നത്. അപ്പോൾ നെറേറ്റർ പറയും, ഞാൻ മാത്രമേ ഉള്ളൂ. ഓൺലി ഐ ആം there, nobody else. The door opened and closed in the passage behind her. A musty smell emerged. ഇവർ രണ്ടുപേരും വാതിൽക്കൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലേഡിയുടെ ബാക്കിൽ, വീടിൻ്റെ ഉള്ളിൽ ഒരു ഡോറ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തപ്പോൾ ഒരു ബാഡ് സ്മെൽ, ഒരു സ്റ്റീൽ സ്മെൽ വരും, പുറത്തോട്ട് വരും. I regret I cannot do anything for you. So the house owner is saying, the lady is saying, I'm sorry, I can't do anything for you. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. Narrator is replying, I have come here especially on the train. I wanted to talk to you for a moment. ഞാൻ ട്രെയിൻ കയറി യാത്ര ചെയ്ത് ഇവിടെ വരെ വന്നേക്കുന്നത് നിങ്ങളോട് ഒരു നിമിഷ നേരം സംസാരിക്കാൻ വേണ്ടി മാത്രമാണ്. It is not convenient for me now, said the woman. I can't see you another time. So the lady is saying, see, ഇപ്പോൾ എനിക്ക് ഒട്ടും സമയമില്ല നിങ്ങളോട് സംസാരിക്കാനോ നിങ്ങളെ ഇപ്പോൾ എനിക്ക് കാണാനും സമയമില്ല, അതുകൊണ്ട് വേറൊരു ദിവസം ആവട്ടെ, another time, വേറൊരു ദിവസം ആവട്ടെ. She nodded and cautiously closed the door as though no one inside the house should be disturbed. Nodding എന്ന് വെച്ചാൽ പറ്റില്ല എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിയിട്ട് അവർ വളരെ സൂക്ഷിച്ച് ശബ്ദമുണ്ടാക്കാതെ കോഷ്യസ്ലി ഡോർ ക്ലോസ് ചെയ്യുന്നു. അവർ ഡോർ ക്ലോസ് ചെയ്യുന്ന കണ്ടാൽ നമുക്ക് തോന്നിപ്പോവും വീട്ടിലുള്ള ആരെയും അവർ ഡോർ അടയുന്ന ശബ്ദത്താൽ ഡിസ്റ്റർബ് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. I stood where I was on the step. The curtain in front of the bay window moved. Someone stared at me and would then have asked what I wanted. Oh, nothing, the woman would have said. It was nothing. നറേറ്റർ അവിടെ തന്നെ നിന്നു. പെട്ടെന്ന് അവർ നോക്കിയപ്പോൾ ആരോ കർട്ടൻ മാറ്റിയിട്ട് അവരെ ശ്രദ്ധിക്കുന്നത് കണ്ടു. ബാക്കിയുള്ളത് അവർ ഊഹിച്ചെടുക്കുകയാണ്. കർട്ടൻ മാറ്റിയ ആൾ ആ ലേഡിയോട് ചോദിച്ചിട്ടുണ്ടാവും ആരാണ് വന്നതെന്ന്. അപ്പോൾ ആ ലേഡി പറഞ്ഞിട്ടുണ്ടാവും ആരുമില്ല, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്നുള്ളത് സങ്കല്പിക്കുകയാണ് നറേറ്റർ. I looked at the nameplate again. Dorling, it said, in black letters on white enamel, and on the jamb, a bit higher, the number 46. സംശയം തോന്നിയ നറേറ്റർ വീണ്ടും നെയിം പ്ലേറ്റിലോട്ട് നോക്കുമ്പം ഡോർലിംഗ് എന്നുള്ള പേര് തന്നെയാണ് അവിടെ എഴുതിയേക്കുന്നത്. ബ്ലാക്ക് ലെറ്റേഴ്സിൽ ഓൺ വൈറ്റ് ഇനാമൽ. തൊട്ടടുത്ത് തന്നെ ഒരു പോളിൽ ആ സ്ട്രീറ്റിൻ്റെ നമ്പറും എഴുതിയിട്ടുണ്ട്, നമ്പർ 46. ജാമ്പ് എന്ന് പറയുന്നത് ഒരു പോൾ പോലെ, ഒരു കുറച്ച് പൊങ്ങിയ ഒരു തൂണ് പോലെ, അവിടെ നമ്പർ 46 എന്നും എഴുതിയിരുന്നു. ഇതേ നമ്പറും ഇതേ അഡ്രസ്സുമാണ് അമ്മ പറഞ്ഞത് എന്നുള്ളത് നറേറ്ററിന് നല്ല ഓർമ്മയുണ്ട്. As I walked slowly back to the station, I thought about my mother, who had given me the address years ago. It had been in the first half of the war. I was home for a few days, and it struck me immediately that something or other about the rooms had changed. I missed various things. My mother was surprised I should have noticed so quickly. Then she told me about Mrs. Dorling. I had never heard of her, but apparently she was an old acquaintance of my mother, whom she hadn't seen for years. She had suddenly turned up and renewed their contact. Since then, she had come regularly. So as the narrator is walking back to the station, narrator അവിടുന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അമ്മയുമായിട്ടുള്ളൊരു സംഭാഷണം നടന്നത് ഓർമ്മിക്കുന്നു. ഇതേ അഡ്രസ്സാണ് അമ്മ എനിക്ക് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നതെന്നുള്ളത് ഓർമ്മ വരുന്നു. ആ അഡ്രസ്സ് പറഞ്ഞു തരാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് അവർ ഓർക്കുന്നത്. യുദ്ധം തുടങ്ങിയ കാലത്ത് നറേറ്റർ എവിടെയെങ്കിലും പുറത്ത് പഠിക്കുകയോ എന്തെങ്കിലും ആയിരിക്കും. അവർ തിരിച്ചു വരും, ഒരു ദിവസം വീട്ടിൽ പെട്ടെന്ന് എത്തുമ്പോഴത്തേനും അവർ ശ്രദ്ധിക്കും കുറേ സാധനങ്ങൾ വീട്ടിലത്തെ കാണാനില്ല എന്ന്.
അമ്മയ്ക്ക് അത്ഭുതം തോന്നും, എത്ര പെട്ടെന്നാണ് ഇവൾ സാധനങ്ങൾ കാണാനില്ല എന്നുള്ളത് കണ്ടുപിടിച്ചേ എന്ന് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് അത്ഭുതം തോന്നും. അപ്പോൾ അവർ ചോദിക്കും, നറേറ്റർ ചോദിക്കും എവിടെ പോയി സാധനങ്ങൾ. അപ്പോൾ അമ്മ പറയും, എൻ്റെ ഒരു ഫ്രണ്ട് ഡോർലിംഗ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ട്, അവൾ വന്നിരുന്നു, അവൾ എൻ്റെ സാധനങ്ങൾ കൊണ്ടുപോവാണ് സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഡോർലിംഗ് എന്നുള്ള പേര് ഒരിക്കലും നറേറ്റർ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, അവളെൻ്റെ പഴയ കൂട്ടുകാരിയാണ്, മിസ്സസ് ഡോർലിംഗ് എൻ്റെ പഴയ കൂട്ടുകാരിയാണ്, കുറേ കാലമായിട്ട് ഞങ്ങൾ തമ്മിലൊരു കോൺടാക്റ്റും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അവൾ തിരിച്ചെത്തിയിട്ടുണ്ട്, അങ്ങനെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് വീണ്ടും തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയും. എന്നിട്ട് അമ്മ പറയാണ്, എവറി ടൈം ഷീ ലീവ്സ് ഹിയർ ഷീ ടേക്സ് സംതിങ് ഹോം വിത്ത് ഹെർ, സെഡ് മൈ മദർ. She took all the table silver in one go, and then the antique plates that hung there. She had trouble lugging those large vases, and I'm worried she got a crick in her back from the crockery. My mother shook her head pityingly. I would never have dared ask her. She suggested it to me herself. She even insisted. She wanted to save all my nice things. If we have to leave here, we shall lose everything, she says. So mother explain ചെയ്യാണ് എന്താണ് സംഭവിച്ചതെന്നുള്ളത്. മിസ്സസ് ഡോർലിംഗ് ഒരു റെഗുലർ വിസിറ്ററായിട്ട് വീട്ടിൽ വന്നു തുടങ്ങിയപ്പോൾ മിസ്സസ് ഡോർലിംഗ് അവരുടെ വീട്ടിലുള്ള പല സാധനങ്ങളും, പല ആൻറ്റീക്ക് യുണീക്ക് സാധനങ്ങളും ശ്രദ്ധിച്ചു. എന്നിട്ട് അവർ പറഞ്ഞു, ഞാൻ നിൻ്റെ ഈ വിലപിടിപ്പുള്ള എല്ലാ സാധനങ്ങളും നിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാണ്, കാരണം യുദ്ധത്തിൽ നിങ്ങളുടെ വീട്ടിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇത്രയും നല്ല സാധനങ്ങൾ മൊത്തം നശിച്ചു പോകും, അപ്പം ഞാനിത് കൊണ്ടുപോയി സൂക്ഷിച്ച് വെക്കാം, യുദ്ധം കഴിയുമ്പോൾ നിനക്ക് തിരിച്ച് തരാമെന്ന മട്ടിൽ അവർ സംസാരിക്കും. അപ്പോൾ അവർ എല്ലാ സാധനങ്ങളും സിൽവർ ടേബിൾസിൽ എന്ന് വെച്ചാൽ ടേബിളിൻ്റെ മുകളിൽ വയ്ക്കുന്ന നമ്മുടെ സ്പൂൺസ്, ഓക്കെ, കട്ട്ലറി സെറ്റ്, അതുപോലെ ആൻറ്റീക്ക് പ്ലേറ്റ്സ്, വില കൂടിയ ആൻറ്റീക്ക് പ്ലേറ്റ്സ്, അവർക്ക് പൊക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭാരമാണെങ്കിൽ പോലും അവരത് പൊക്കിക്കൊണ്ട് പോയി. ചില സമയങ്ങളിൽ നറേറ്ററിൻ്റെ അമ്മയ്ക്ക് തോന്നി അവരുടെ ബാക്കിൽ ഒരു ക്രാക്ക് സൗണ്ട് കേട്ടു എന്ന് തോന്നി, കാരണം അവരത്രയ്ക്ക് ലോഡ് പൊക്കിക്കൊണ്ട് പോകുമായിരുന്നു ഓരോ പ്രാവശ്യം വന്ന് പോകുമ്പോൾ. ഷി വാണ്ടഡ് ടു സേവ് ഓൾ മൈ നൈസ് തിങ്സ് എന്നാണ് അമ്മയുടെ വിചാരം. അമ്മയുടെ വിചാരം മിസ്സസ് ഡോർലിംഗ് എല്ലാം കൊണ്ടുപോയി സേവ് ചെയ്യാനാണ് കൊണ്ടുപോയിക്കുന്നതെന്നാണ് ചിന്തിച്ചിരുന്നത്. ഹാവ് യു അഗ്രീഡ് വിത്ത് ഹെർ ദാറ്റ് ഷീ ഷുഡ് കീപ്പ് എവറിഥിങ്, ഐ ആസ്ക്ഡ്. അപ്പം നറേറ്റർ അമ്മയോട് ചോദിക്കുകയാണ്, അമ്മ സമ്മതിച്ചത് തന്നെയാണോ അവരിവിടെ നിന്നെല്ലാം കൊണ്ടുപോകുന്നത്? As if that's necessary, my mother cried. It would simply be an insult to talk like that. And think about the risk she's running each time she goes out of the door with a full suitcase or bag. സോ അമ്മ പറയുന്നത്, അവരിങ്ങോട്ട് എന്നെ സഹായിക്കാൻ വന്നൊരു സ്ത്രീയാണ്, അവരോട് ഞാൻ എങ്ങനെയാണ് ചോദിക്കുന്നത്, നീ ഇതൊക്കെ ശരിക്കും കൊണ്ടുപോയിട്ട് എനിക്ക് തിരിച്ച് തരില്ലേ എന്നുള്ള അർത്ഥത്തിൽ ഞാൻ എങ്ങനെ അവരോട് സംസാരിക്കും? ഒരു പ്രാവശ്യം അവർ വന്നു പോകുമ്പോൾ എന്തോരം റിസ്ക് ആണ് എടുക്കുന്നത്, എത്ര വലിയ വലിയ സൂട്ട് കേസാണ് അവർ തിരിച്ച് കൊണ്ടുപോകുന്നത്, എൻ്റെ സാധനങ്ങൾ സൂക്ഷിച്ച് വയ്ക്കാൻ കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ ഒരു സ്ത്രീയോട് എനിക്ക് എങ്ങനെ ഇങ്ങനെ ചോദിക്കാൻ പറ്റും? ഞാൻ ചോദിക്കില്ല, അവരിങ്ങോട്ട് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതാണ്. My mother seemed to notice that I was not entirely convinced. She looked at me reprovingly, and after that we spoke no more about it. അപ്പം അമ്മയ്ക്ക് എന്നെ നോക്കിയപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി അമ്മയുടെ ഉത്തരം എന്നെ ഒട്ടും തൃപ്തിപ്പെടുത്തിയിട്ടില്ല എന്ന് മനസ്സിലായി. അമ്മ വീണ്ടും എന്നെ നോക്കി. എനിക്കെന്തോ വിശ്വാസമായില്ലേ എന്നുള്ള മട്ടിൽ അമ്മ എന്നെ നോക്കി. പക്ഷേ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങൾ അതിനെപ്പറ്റിയൊന്നും സംസാരിച്ചില്ല. Meanwhile, I had arrived at the station. അപ്പോൾ ഇതൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്ന് നറേറ്റർ സ്റ്റേഷനിലെത്തിയിരുന്നു. Meanwhile, I had arrived at the station without having paid much attention to things on the way. I was walking in familiar places again for the first time since the war, but I did not want to go further than was necessary. I didn't want to upset myself with the sight of streets and houses full of memories from a precious time. സോ അവരിങ്ങനെ റോഡിലൂടെ നടന്ന് വന്നുകൊണ്ടിരുന്നപ്പോൾ അവർ യുദ്ധത്തിന് മുമ്പ് സ്ഥിരം വരാറുള്ള സ്ഥലങ്ങളും സ്ഥിരം കണ്ടിരുന്ന സാധനങ്ങളും ഒക്കെ കാണാൻ അവർക്ക് ഒട്ടും താല്പര്യം തോന്നിയില്ല. കാരണം അതെല്ലാം അവരെ പഴയ ഓർമ്മയിലോട്ട് എത്തിക്കുന്നുണ്ടായിരുന്നു, അമ്മയോടൊപ്പം ചെലവഴിച്ച നിമിഷങ്ങളിലോട്ട് എത്തിക്കുമായിരുന്നു. അതുകൊണ്ട് അതൊന്നും കാണാൻ അവർക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. വളരെ വിലപ്പെട്ട സമയങ്ങൾ ചെലവഴിച്ചതൊക്കെ അവരുടെ ഓർമ്മയിൽ എത്തിയേനെ. അതുകൊണ്ട് അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒന്നും കാണാൻ വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. In the train back, I saw Mrs. Dorlings in front of me again as I had the first time I met her.
ട്രെയിനിൽ നിന്ന് തിരിച്ച് യാത്ര ചെയ്യുമ്പോൾ വീണ്ടും ആദ്യമായിട്ട് മിസ്സിസ് ഡോർലിങ്ങിനെ കണ്ടതോ ഓർമ്മ വരും നറേറ്ററിന്. It was the morning after the day my mother had told me about her. I had got up late and coming downstairs I saw my mother about to see someone out. A woman with a broad back. എന്നോട് മിസ്സിസ് ഡോർലിങ്ങിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ ഉറങ്ങി എഴുന്നേക്കാൻ താമസിച്ചു. അതുകൊണ്ട് ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് താഴെ വരുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ ഒരു ലേഡീനെ യാത്ര അയക്കാൻ ഡോറിൻ്റെ അടുത്തോട്ട് പോന്നു. പെട്ടെന്ന് നോക്കുമ്പോൾ ഞാൻ ആ ലേഡിയുടെ ബാക്ക് ഭാഗം മാത്രമാണ് കണ്ടത്. വലിയൊരു ശരീരമുള്ളൊരു സ്ത്രീ ആയിരുന്നു അവർ. "There's my daughter," said my mother. "She beckoned me." അമ്മ എന്നെ കണ്ടപ്പോൾ അവരോട് പറഞ്ഞു, "ദാ എൻ്റെ മകള്." എന്നിട്ട് അമ്മ എന്നെ വിളിച്ചു. She beckoned. Beckoned means she called me. The woman nodded and picked up the suitcase under the coat rack. She wore a brown coat and a shapeless hat. അപ്പോൾ സൂട്ട് കേസ് ഓൾറെഡി റെഡിയാക്കിയിട്ട് കോട്ടൊക്കെ തൂക്കിയിടുന്ന റാക്കിൻ്റെ ഇടയിൽ റെഡിയാക്കി വെച്ചിരുന്നു. അപ്പം നറേറ്റർ താഴോട്ട് അവരുടെ അടുത്തോട്ട് വന്നപ്പോഴത്തേനും അവർ നറേറ്ററിനെ നോക്കി ഒന്ന് തലയാട്ടിയിട്ട് അവർ റെഡിയാക്കി വെച്ചിരുന്ന സൂട്ട് കേസ് എടുത്തിട്ട് പോയി. അവർ ധരിച്ചിരുന്നത് ഒരു ബ്രൗൺ കോട്ടും ഷേപ്പ്ലെസ് ആയിട്ടുള്ളൊരു ഹാറ്റുമായിരുന്നു. അവർ പോകുന്ന കണ്ടപ്പോൾ നറേറ്റർ അമ്മയോട് ചോദിക്കുകയാണ്, "Does she live far away?" I asked, seeing the difficulty she had going out of the house with the heavy case. ഇത്രയും ഭാരമുള്ള ഒരു സൂട്ട് കേസും എടുത്തുകൊണ്ട് പോകുന്ന കണ്ടപ്പോൾ നറേറ്റർ ചോദിച്ചു, അവർ അടുത്തെങ്ങാനുമാണോ താമസിക്കുന്നത്? എത്ര ഭാരമുള്ള സൂട്ട് കേസാണ് അവർ കൊണ്ടുപോകണേ? അധികം ദൂരം അവർക്ക് യാത്ര ചെയ്യണോ അതോ അവർ അടുത്താണോ താമസിക്കുന്നത്? "In Marconi Street," said my mother, "number 46. Remember that." അപ്പോഴാണ് ആദ്യമായിട്ട് മിസ്സിസ് ഡോർലിങ്ങിൻ്റെ അഡ്രസ്സ് നറേറ്ററിനോട് അമ്മ പറഞ്ഞു കൊടുക്കുന്നത്. "ഇൻ മാർക്കോണി സ്ട്രീറ്റ് നമ്പർ 46." ഓർത്ത് വയ്ക്കാൻ പറഞ്ഞു അമ്മ നറേറ്ററിനോട്. I had remembered it, but I had waited a long time to go there. Initially, after the liberation, I was absolutely not interested in all that stored stuff, and naturally, I was also rather afraid of it. ഇവിടെ നറേറ്റർ പറയുന്നത്, എനിക്കിത് ഓർമ്മയുണ്ടായിരുന്നു, പക്ഷേ അവിടെ എത്തിപ്പെടാൻ ഞാൻ കുറേ സമയമെടുത്തു. അവിടെ പോകണോ വേണ്ട എന്നുള്ള ചിന്തയാൽ ഞാൻ അവിടെ എത്തണം അല്ലെങ്കിൽ അവിടെ പോകണം എന്നുള്ള തീരുമാനത്തിലെത്താൻ വേണ്ടി കുറേ സമയമെടുത്തു. കാരണം ഇനിഷ്യലി ആഫ്റ്റർ ദി ലിബറേഷൻ, അതായത് യുദ്ധം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ ആയി പുറത്ത് വന്നപ്പോൾ എനിക്ക് പഴയ സാധനങ്ങൾ പോയി തേടണമെന്നോ അങ്ങനത്തെ ഒരു ചിന്തയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴും എനിക്ക് പേടി തന്നെയായിരുന്നു. ഐ വാസ് റാദർ അഫ്രേഡ്. എനിക്ക് പേടിയായിരുന്നു ഇപ്പോഴും പുറത്തിറങ്ങി നടക്കാൻ. Afraid of being confronted with things that had belonged to a connection that no longer existed. പുറത്തിറങ്ങി നടക്കാൻ പേടിയായിരുന്നത് മെയിൻ കാരണം ഞാൻ വീണ്ടും എൻ്റെ പഴയ സ്ഥലത്ത് എത്തുമ്പോൾ എൻ്റെ പഴയ സാധനങ്ങൾ കാണുമ്പോൾ എനിക്ക് വീണ്ടും അത് വിഷമമുണ്ടാക്കും. Afraid of being confronted. Confronted means seeing something face to face. പഴയ സാധനങ്ങൾ, പഴയ സ്ഥലങ്ങൾ വീണ്ടും ഞാൻ കണ്ടുമുട്ടുമ്പോൾ അപ്പോഴുണ്ടായിരുന്ന എൻ്റെ പഴയ കാര്യങ്ങൾ എനിക്ക് ഓർമ്മ വരും. Which were hidden away in cupboards and boxes and waiting in vain until they were put back in their place again, which had endured all those years because they were things. അപ്പോൾ ഈ സാധനങ്ങൾ ഞാൻ തേടി പോകാണ്ടിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, യുദ്ധത്തിൽ പല ആൾക്കാരും മരിച്ചു, പല സാധനങ്ങളും നഷ്ടമായി. പക്ഷേ ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ, കബേർഡിലൊക്കെ വെച്ചിരുന്ന സാധനങ്ങൾ അങ്ങനെ നശിക്കാണ്ട് ഈ യുദ്ധത്തെ എൻഡ്യൂർ ചെയ്തു, തരണം ചെയ്തു. കാരണം അവർ വെറും തിങ്സ് ആയിരുന്നു. മനുഷ്യന്മാരാണെങ്കിൽ പല മനുഷ്യന്മാരും കൊല്ലപ്പെട്ടു. പക്ഷേ കുറേ സാധനങ്ങൾ ഈ യുദ്ധത്തിനെ തരണം ചെയ്ത് ഇപ്പോഴും സേഫായിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ പോയിട്ട് ആ സാധനങ്ങളിനെ തിരിച്ച് വെക്കുന്നതിലൊരു അർത്ഥമുണ്ടായിരുന്നില്ല. കാരണം there was nobody around me who belonged to me as a human being. അതുകൊണ്ട് തന്നെ ഒന്നിലും എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. But gradually everything became more normal again. Bread was getting to be a lighter color. There was a bed you could sleep in unthreatened, a room with a view you were most used to glancing at each day. And one day I noticed I was curious about all the positions that must still be at that address. I wanted to see them, touch, remember.
കുറേ നാൾ കഴിഞ്ഞപ്പോൾ പതുക്കെ ധൈര്യമുണ്ടായി. എല്ലാം ബാക്ക് ടു നോർമലായി തുടങ്ങിയപ്പോൾ, സാധാരണഗതിയിൽ ഭക്ഷണം കിട്ടിത്തുടങ്ങിയപ്പോൾ, പേടിയില്ലാതെ പുറത്തിറങ്ങി നടക്കാൻ ഉള്ളൊരവസരം വന്നപ്പോൾ, പേടിയില്ലാണ്ട് കിടന്നുറങ്ങാൻ ഉള്ളൊരു സാഹചര്യം വന്നപ്പോൾ, പേടിയില്ലാണ്ട് ഒരു റൂമിൽ സ്ഥിരമായിട്ട് ആരെയും പേടിക്കാതെ താമസിക്കാനുള്ളൊരു സൗകര്യമുണ്ടായപ്പോൾ, a room with a view you were more used to glancing at each day, അതായത് ഒരു സ്ഥലത്ത് സ്ഥിരം താമസിച്ച് ഒരേ സാധനം എല്ലാ ദിവസവും വിൻഡോയിലൂടെ കാണാൻ പറ്റുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ്. കാരണം ഇത്രയും നാളും ഞാൻ ഓട്ടത്തിലായിരുന്നു. ഐ വാസ് റണ്ണിങ് ഫ്രം ദ പീപ്പിൾ ഹു വെയർ റെഡി ടു കിൽ ദ ജൂയിഷ് ഓർ ദ ജ്യൂസ്. സോ ഐ വാസ് റണ്ണിങ് ആൻഡ് നൗ വെൻ ഐ സ്റ്റാർട്ടഡ്, ഞാനൊരു സ്ഥലത്ത് നിൽക്കാൻ അല്ലെങ്കിൽ താമസിക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയുടെ പഴയ സാധനങ്ങൾ കാണണമെന്നും തൊടണമെന്നും ഓർമ്മ വന്നത്. After my first visit in vain to Mrs. Dorling's house, I decided to try a second time. Now, a girl of about 15 opened the door to me. I asked her if her mother was at home. No, she said, my mother's doing an errand. No matter, I said, I will wait for her. ആദ്യത്തെ ശ്രമം പരാജയപ്പെട്ടുവെങ്കിലും രണ്ടാമതും ഒരു ശ്രമം നടത്തി. രണ്ടാമത്തെ പ്രാവശ്യം മിസ്സസ് ഡോർലിങ്ങിൻ്റെ വീട്ടിലെത്തുമ്പോൾ അവിടെ ഡോർ തുറന്ന് നറേറ്ററിനെ സ്വീകരിച്ചത് ഡോർലിങ്ങിൻ്റെ ഡോട്ടറായിരുന്നു. 15 വയസ്സ് തോന്നിക്കുന്ന ഒരു ഡോട്ടറായിരുന്നു. ഡോർ തുറന്നപ്പോൾ നറേറ്റർ ചോദിച്ചു, അമ്മയുണ്ടോ എന്ന്. ഇല്ല, അമ്മ അടുത്ത് വരെ ഒരു സാധനം വാങ്ങിക്കാൻ അല്ലെങ്കിൽ സാധനം ഡെലിവറി ചെയ്യാൻ പോയിക്കുവാണ് എന്ന് പറയും. ആൻഡ് എറൻഡ് മീൻസ് ടു ഗോ ടു ബൈ സംതിങ് ഓർ ഡെലിവർ സംതിങ്. നറേറ്റർ പറയും, കുഴപ്പമില്ല, ഞാൻ അവർ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം.